കണ്ടോ. പുറകുവശം ശരിക്കും നമ്മുടെ കോളർ എന്ന് പറയുന്നത് ഇങ്ങനെ ഈ ഭാഗത്തോട്ട് ചേർന്ന് നിൽക്കേണ്ടതാണ്. അതിന് പകരം ശരിക്കും ഇറങ്ങിയല്ലേ നിൽക്കുന്നത്. കുർത്തി ഇങ്ങനെ അല്ല ഇരിക്കണ്ടേ, ഇവിടം ഇങ്ങനെ കയറി നിൽക്കണം. കണ്ടോ, ഇങ്ങനെ കയറി നിന്നിട്ട് ഇത് ശ്രദ്ധിച്ച് നോക്കിയാൽ നിങ്ങൾ ഇത് കണ്ടോ, ഇവിടെ ഇങ്ങനെ കയറി നിൽക്കും. പുതിയ ചുരിദാർ തയ്ക്കുമ്പോൾ നല്ല കുട്ടപ്പനായിട്ട് ഈ ഷോൾഡർ ഇവിടെ ഇങ്ങനെ കയറി നിൽക്കും. എന്നിട്ട് ബാക്കി സാധാരണ പോലെ നിൽക്കും. കണ്ടല്ലോ. ഇനിയും കണ്ടാൽ പോരാ, നിങ്ങളൊരു തുണി എടുത്ത് തയ്ക്കണം. നല്ല തുണി വേണ്ട, വില കുറഞ്ഞ തുണി മതി. അതുകൊണ്ട് നിങ്ങളൊരെണ്ണം തയ്ച്ച് നിങ്ങൾക്ക് ഒക്കുന്നു എന്ന് കാണുമ്പോൾ നിങ്ങൾ പ്രിയ കൂട്ടുകാരെ, ഞാൻ വീണ്ടും വന്നു. എന്തിനു വന്നു? വീണ്ടും റൗണ്ട് കോളർ കുർത്തിയുമായി വന്നു. റൗണ്ട് കോളർ കുർത്തി തയ്ച്ചിട്ടു. ഇതിൻ്റെ ചില ഡ്രോബാക്സൊക്കെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അതെങ്ങനെ പരിഹരിക്കാമെന്നും ഈ പുതിയ വീഡിയോയിൽ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരാം. പറഞ്ഞെങ്കിലും നിങ്ങളെ ഞാൻ കാണിച്ചില്ലല്ലോ. നിങ്ങൾ നോക്കിച്ചേ എൻ്റെ ചുരിദാർ. ഇത് കഴിഞ്ഞ ദിവസം ഞാൻ നിങ്ങളെ കാണിച്ചതായത്. നിങ്ങളെ കാണിച്ചെങ്കിലും നിങ്ങൾ ശ്രദ്ധിക്കുക. ഇതുണ്ട്, ഈ വീനക്കൊക്കെ വളരെ നല്ല മനോഹരമായിട്ട് നിൽപ്പണം. അതിനൊന്നും കുറ്റമില്ല. ഇത് കണ്ടോണേ, കണ്ടോ, പുറകുവശം കണ്ടോ, ഇറങ്ങിയല്ലേ നിൽക്കുന്നത്. കണ്ടോ, പുറകുവശം ശരിക്കും നമ്മുടെ കോളർ എന്ന് പറയുന്നത് ഇങ്ങനെ ഈ ഭാഗത്തോട്ട് ചേർന്ന് നിൽക്കേണ്ടതാണ്. അതിന് പകരം ശരിക്കും ഇറങ്ങിയല്ലേ നിൽക്കുന്നത്. സത്യം പറയട്ടെ, എനിക്ക് ഈ ചൂട് സമയത്ത് ഇതാണ് ഇഷ്ടം. എനിക്കിഷ്ടം ഇതാന്ന് പറഞ്ഞാലും ശരിക്കുള്ള റൗണ്ട് ഫ്ലാറ്റ് കോളറിൻ്റെ കുർത്തി ഇങ്ങനെ അല്ല ഇരിക്കണ്ടേ, ഇവിടം ഇങ്ങനെ കയറി നിൽക്കണം. കണ്ടോ, ഇങ്ങനെ കയറി നിന്നിട്ട് ഇത് ശ്രദ്ധിച്ച് നോക്കിയാൽ നിങ്ങൾ ഇത് കണ്ടോ, ഇവിടെ ഇങ്ങനെ കയറി നിൽക്കും. എന്നിട്ട് നമുക്ക് നമ്മുടെ കോളർ ബാക്കി സാധാരണ പോലെ നിൽക്കും. ഇങ്ങനെയാണ് നിൽക്കേണ്ടത്. ഇങ്ങനെ നിൽക്കാൻ വേണ്ടിയാണ് ഞാൻ ഇപ്പോൾ ഈ പറഞ്ഞു തരുന്ന രീതിയിൽ കട്ട് ചെയ്തിരിക്കുന്നത്. മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അപ്പം നമ്മുടെ പുതിയ ചുരിദാർ തയ്ക്കുമ്പോൾ നല്ല കുട്ടപ്പനായിട്ട് ഈ ഷോൾഡർ ഇവിടെ ഇങ്ങനെ കയറി നിൽക്കും. എന്നിട്ട് ബാക്കി സാധാരണ പോലെ നിൽക്കും. കണ്ടല്ലോ. ഇനിയും ഈ 4.5 ഇഞ്ച് ഇറക്കം എടുത്തില്ലായിരുന്നുവെങ്കിൽ ഒരു 3-3.5 ആണെങ്കിൽ ഇങ്ങനെ നിൽക്കും ചുരിദാർ. കാണിക്കാം. ഇത് കണ്ടോ, ഇങ്ങനെ നിൽക്കുന്ന ഇഷ്ടമുള്ളവരില്ലേ അല്ലേ? ചിലർക്ക് നല്ല രസമാണ് ഇങ്ങനെ നിൽക്കുന്നത് കാണാൻ. എനിക്ക് രസമായിരിക്കും, പക്ഷേ നമ്മുടെ ഒരു തോന്നലല്ലേ, നമ്മുടെ ഒരു കാര്യം നമുക്കൊരു തോന്നിക്കഴിഞ്ഞാൽ പിന്നെ ദൈവം തമ്പുരാൻ വന്നാലും നമുക്കത് മാറ്റാൻ പറ്റില്ല. കണ്ടോ, ഇങ്ങനെ ഇത് കയറി. ഇനി കൊച്ചു പിള്ളേർക്കാണെങ്കിൽ ഒരു 3 എടുക്കുന്നുണ്ടെങ്കിൽ നല്ല ഇങ്ങനെ നിൽക്കും. നല്ല കഴുത്തുമൊക്കെ ആയിട്ട്. പിള്ളേരല്ലേ, പിള്ളേരുടെ ശരീരം കാണാൻ നല്ലതല്ലേ, ഇങ്ങനെ നിൽക്കും. ഒരു കോളർ, റൗണ്ട് ഫ്ലാറ്റ് കോളർ കുർത്തി തയ്ക്കാമെന്ന് വിചാരിച്ചാണ് ഞാൻ ഈ മെറ്റീരിയലുമായിട്ട് നിങ്ങളുടെ അടുത്ത് വന്നിരിക്കുന്നത്. നമുക്കിത് ലൈനിങ് വെച്ച് നമുക്ക് തയ്ക്കാം. ലൈനിങ് വെച്ച് എങ്ങനെയാണ് ഒരു റൗണ്ട് ഫ്ലാറ്റ് കോളർ കുർത്തി തയ്ക്കുന്നത് നമുക്ക് നോക്കാം. എനിക്ക് ഒരു കാര്യം പറയാനുണ്ട്. കഴിഞ്ഞ ഒരു വീഡിയോ നിങ്ങൾക്ക് ഞാൻ 2-3 പാർട്സായിട്ടിട്ട് ഇങ്ങനെ നിങ്ങളെ ഞാൻ കാണിച്ചിരുന്നു റൗണ്ട് കോളർ കുർത്തി തയ്ക്കുന്നത്. അതിനകത്ത് 1-2 ചെറിയ മിസ്റ്റേക്ക് എന്ന് പറയാൻ പറ്റത്തില്ല. അത് മിസ്റ്റേക്കല്ല, ഞാനത് അറിഞ്ഞുകൊണ്ട് തന്നെ ചെയ്തതാണ്. പക്ഷേ നമുക്കത് ഒഴിവാക്കി കുറച്ചുകൂടി വേറൊരു രീതിയിൽ റൗണ്ട് കോളർ കുർത്തി എങ്ങനെ തയ്ക്കാമെന്ന് നമുക്ക് ഈ വീഡിയോയിലൂടെ മനസ്സിലാക്കാം. അതുകൊണ്ട് നിങ്ങൾ സ്കിപ്പ് ചെയ്യരുത്. വളരെ ശ്രദ്ധയോടുകൂടി നിങ്ങൾ ഇത് കണ്ട് മനസ്സിലാക്കണം. അപ്പം ഞാൻ ആദ്യം ചെയ്യുന്നത്, നമ്മൾ എന്നും ചെയ്യുന്ന പോലെ തന്നെ നമുക്ക് ഈ ലൈനിങ് മെറ്റീരിയൽ ഇതുപോലെ മടക്കിയിടുന്നു. നേരെ മടക്കി നമ്മൾ ഇങ്ങനെ തന്നെ ഒരു പീസാണ് ആദ്യം എടുക്കുന്നത്. അതായത് ഇതിൻ്റെ സെൻറ്റർ നമുക്കറിയാം 2 മീറ്ററേ ഞാൻ എടുത്തിട്ടുള്ളൂ. അതിൻ്റെ നേർ പകുതി എന്ന് പറഞ്ഞ ഇതാണ്. ഇവിടെ വെച്ച് ഇങ്ങോട്ടാണ് ഞാൻ ഇന്ന് ആദ്യം കട്ട് ചെയ്യാൻ ശ്രമിക്കുന്നത്. അപ്പം നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യരുത്. ഇതിൻ്റെ മൈന്യൂട്ടായിട്ടുള്ള കാര്യങ്ങൾ പോലും ശ്രദ്ധിക്കണം. എങ്കിൽ മാത്രമേ നിങ്ങൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ നല്ലൊരു റൗണ്ട് ഫ്ലാറ്റ് കോളർ നമുക്ക് തയ്ച്ചെടുക്കാൻ സാധിക്കത്തുള്ളൂ. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ഈ പ്രാവശ്യവും ഞാൻ ചുരിദാറിൻ്റെ ഫുൾ കട്ടിങ്ങും ഇതിൽ കാണിക്കും. അപ്പം തുടക്കക്കാരെങ്കിലും ഉണ്ടെങ്കിൽ വീണ്ടും നിങ്ങൾക്ക് എൻ്റെ കൂട്ടത്തിൽ കട്ട് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പം നമുക്ക് ഈ പ്രാവശ്യം തയ്ക്കാനായിട്ട് ഉദ്ദേശിക്കുന്നത്, നമുക്ക് ഈ തുണിയുടെ നേർ പകുതിയാണ് ഇത്. ഇവിടെ മുതൽ നമുക്ക് എന്തേലും നീളമുണ്ടെന്ന് നോക്കാം. എത്ര ഉണ്ടെങ്കിലും നമ്മൾ ഉള്ളതെടുക്കുന്നു. 40 ഇഞ്ച് കഷ്ടിച്ച 39.25 ഇഞ്ചുണ്ട്. ഞാനിതിൻ്റെ അടി വെട്ടുന്നില്ല, കാരണം വളരെ കറക്റ്റാണ്, ഏങ്കോണിച്ചൊന്നുമല്ല ഇരിക്കുന്നത്. അപ്പം ഞാൻ ഇത് 39.5 ഉണ്ട്, 39.25 ആ അളവെടുക്കുന്നു. ഇതാണ് നമ്മളുടെ പോർഷൻ എന്ന് പറയുന്നത്. അവിടെ ഞാൻ വേണമെങ്കിലൊന്ന് ഒരു വരയിട്ടേക്കാം. നമുക്കിവിടെ വെച്ചാണ് നമ്മുടെ മെഷർമെൻറ്റുകളെല്ലാം പോകുന്നത്. എന്നും പറയാറുണ്ട്, സാധാരണ ചുരിദാറിൻ്റെ ഷോൾഡർ അല്ല കോളർ ചുരിദാറിന് അല്ലെങ്കിൽ കോളർ കുർത്തിക്ക് എപ്പോഴും ഫുൾ
നമുക്ക് എത്ര ഷോൾഡർ ഉണ്ടോ അത് ഫുള്ള് എടുക്കണം. നിങ്ങളോട് ഞാൻ എന്നും പറയുന്ന പോലെ തന്നെ എൻ്റെ ഫുൾ ഷോൾഡർ എന്ന് പറയുന്നത് 8 ഇഞ്ചാണ്. ഞാൻ ആ 8 ഇഞ്ചിൽ ഒരു അളവ് പോലും കുറയ്ക്കാതെ കറക്റ്റ് 8 ഇഞ്ചിൽ ഷോൾഡർ അളക്കുന്നു. 8 ഇഞ്ചിലൊരു മാർക്ക് ചെയ്തു. അത് നിങ്ങൾക്ക് മനസ്സിലായല്ലോ. ഇനിയും ഇവിടെയാണ് ചില കാര്യങ്ങൾ ശ്രദ്ധിക്കാനുള്ളത്. ഞാൻ നിങ്ങളോട് പറഞ്ഞിരുന്നു, കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ എടുത്തിരുന്നത് 4. അതിൽ ഞാൻ ഇവിടെയുള്ള അളവിനൊന്നും വ്യത്യാസം വരുത്തുന്നില്ല. എനിക്ക് കഴുത്തേലോട്ട് ഒത്തിരി ചേർന്ന് നിൽക്കുന്ന ഇഷ്ടമില്ല, കഴുത്തിൻ്റെ മേളിലോട്ട് കയറി നിൽക്കുന്ന ഇഷ്ടമില്ല. അതുകൊണ്ട് ഞാൻ കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെ തന്നെ 4 ഇഞ്ച് എടുക്കും. ഏത് വിഡ്ത്ത്, നമ്മുടെ നെക്കിൻ്റെ വിഡ്ത്ത് 4 ഇഞ്ച് എടുക്കും. താഴേക്ക് 4.5 ഇഞ്ച് എടുക്കും. അതിനൊന്നും ഒരു മാറ്റവും വരുത്തിയിട്ടില്ല. താഴേക്ക് 4.5 ഇഞ്ച്, ഇവിടെയും 4.5 ഇഞ്ച് അടയാളപ്പെടുത്തുന്നു. ഇങ്ങോട്ട് 4 ഇഞ്ച് അടയാളപ്പെടുത്തുന്നു. ഏതെങ്കിലും തുടക്കക്കാരുണ്ടെങ്കിൽ ദയവ് ചെയ്ത് ശ്രദ്ധയോടുകൂടി നോക്കുക. അപ്പം നമ്മൾ നെക്കിന് വേണ്ടി എടുത്തിരിക്കുന്നത് ഇത് 4 ഇഞ്ച്, ഇത് 4.5, 4.5 എടുത്ത് നമുക്ക് ഇതൊരു ബോക്സായിട്ട് ഇത് ക്രിയേറ്റ് ചെയ്യാം. ഇതിനെ ബോക്സാക്കി എടുക്കാം. ഒരിക്കൽ കൂടെ പറയാം, ഞാൻ എന്നും പറയുന്ന പോലെ ഈ 4ഉം 4.5 എടുക്കണം എന്നൊരു നിർബന്ധവുമില്ല. ചെറിയ പിള്ളേർക്ക് ഒന്നും ഈ 4 വേണ്ട, 3.5 മതി. 3.5 മതി. ഈ ഇറക്കം 4 അല്ലെങ്കിൽ 3.5 ആയാൽ നല്ല കോളർ ഈ നെക്കിലോട്ട് കയറി നിൽക്കും, നല്ല ഭംഗിയാണ് കാണാനായിട്ട്. ഈ പ്രായമുള്ളവരെ സംബന്ധിച്ച് എനിക്ക് അത് അത്ര ഇഷ്ടമില്ലാത്തതുകൊണ്ടാണ് ഞാൻ ഇത് അളവ് 4ഉം 4.5 എടുത്തേക്കുന്നത്. അത് നിങ്ങൾ മറക്കരുത്. നമുക്കിനിയും ഈ കഴുത്തിൻ്റെ ഷേപ്പ് ഒന്ന് വരച്ചെടുക്കാം. കഴുത്തിൻ്റെ ഷേപ്പ് വരയ്ക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം. താന്ന് അങ്ങ് നമ്മൾ അങ്ങ് താഴോട്ട് താഴണ്ട, നമുക്കല്ലാതെ ഒന്ന് കിട്ടിയാൽ മതി. ഞാൻ ഇങ്ങനെ എന്തിനാണ് പിടിക്കുന്നത് നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ. അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ വരച്ചാൽ നമുക്ക് ഇങ്ങനെ താന്ന് കിട്ടും, അത്രയും താഴണ്ട. അതുകൊണ്ടാണ് ഇങ്ങനെ പിടിക്കുന്നത്. അപ്പോൾ ഈ ഷേപ്പിൽ പോരട്ടെ, ഉണ്ടോ? ഈ ഷേപ്പിൽ നമ്മൾ നെക്ക് വരച്ച് കഴിഞ്ഞു. ഇനി നമുക്ക് ഇവിടുന്ന് നമുക്ക് താഴേക്ക് കൈക്കുഴി എടുക്കണം. ആ കൈക്കുഴി എടുക്കുന്നതിന് മുമ്പ് നമുക്കൊരു സ്ലോപ്പ് കൃത്യമായും, നിങ്ങൾ മറ്റു ചുരിദാറുകൾക്ക് ഇട്ടാലും ഇട്ടില്ലെങ്കിലും കോളർ ചുരിദാറിന് സ്ലോപ്പ് വേണം. നമുക്കതൊരു 3/4 ഇഞ്ച് എടുക്കാം. 3/4 ഇഞ്ച് എടുക്കുന്നതാണ് പെർഫെക്റ്റായിട്ട് നിൽക്കുന്നത്. ആ 3/4 ഇഞ്ച് നമുക്ക് ഇങ്ങോട്ട് സ്ലോപ്പ് കൊടുത്ത് ഇത് തമ്മിൽ കൂട്ടി ചേർക്കാം. കണ്ടല്ലോ. ഇനി നമുക്ക് സത്യത്തിൽ ഈ സ്ലോപ്പിൽ നിന്നും നമുക്ക് വേണം ഈ നമ്മളെടുത്ത ഷോൾഡറിൻ്റെ 8 വേണ്ട, 8 അല്ലെങ്കിൽ നമുക്ക് ഫുള്ള് ഇവിടെ നിന്ന് തൊട്ട് ആണെങ്കിൽ നമുക്ക് 8ഉം എടുത്തേക്കാം കേട്ടോ. ഇവിടെ നിന്ന് തൊട്ട് 8 ഞാൻ എടുക്കുന്നു. അതായത് ഇവിടെ നിന്ന് 8.25 വേണ്ട, 8 മതി. അപ്പോൾ ഇവിടെ ലൈൻ വരും. അപ്പോൾ ഇവിടെ നിന്ന് ഞാൻ ചെസ്റ്റ് ലൈൻ വെറുതെ ചെസ്റ്റ് ലൈൻ അല്ല, ശരിക്കും ഞാൻ ഇവിടെ നിന്ന് കൈക്കുഴി മാർക്ക് ചെയ്യാൻ വേണ്ടി ഇതൊന്ന് അടയാളപ്പെടുത്തി വെക്കുന്നു. ഇനി നമുക്ക് വേണ്ടത് ഇതും കൂടെ ഈ പോയിൻറ്റും കൂടെ കൂട്ടി വരയ്ക്കുന്നു. ഈ പോയിൻ്റ് എന്ന് പറഞ്ഞാൽ ഇതാണ് 8. കണ്ടല്ലോ, ഈ എടുത്തേക്കുന്ന ഈ 8 തന്നെയാണോ നമ്മൾ നോക്കണേ. എടുത്തിട്ട് കൂട്ടിച്ചേർത്തു. ഇനി നമ്മൾ ഒരു ചെറിയൊരു വ്യത്യാസം എന്നും എടുക്കുന്നതിനേക്കാൾ ഞാൻ ചെയ്യുകയാണ്. അതെന്താണെന്ന് ചോദിച്ചാൽ, നിങ്ങൾക്കറിയാം നമ്മൾ ഈ കൈക്കുഴി എടുക്കുന്ന ഭാഗത്തല്ല ശരിക്കും നമ്മുടെ ബസ്റ്റ് പോയിൻ്റ് എന്ന് പറയുന്നത്, അല്ലേ? നമ്മൾ അങ്ങനെ എളുപ്പത്തിൽ എല്ലാവരും ചെയ്യും. അങ്ങനെ ശരിക്കും ഞാൻ എടുക്കുന്നത് ചെസ്റ്റ് പോയിൻറ്റും അല്ല, ബസ്റ്റ് അളവാണ് എടുക്കുന്നത്. ബസ്റ്റ് അളവ് എടുത്തിട്ട് അതിനെ /4 അല്ലെങ്കിൽ +1 or +2 കൂട്ടിയിട്ട് /4 + സീം അലവൻസും പറഞ്ഞാൽ പോകുന്നത്. അപ്പം നമ്മൾ ശരിക്കും നമ്മുടെ ബസ്റ്റ് അളവെന്ന് പറയുന്നത് എവിടെയെന്നാൽ 10 അല്ലെ 10.5 ഇവിടെയാണ് നമ്മുടെ ബസ്റ്റ് അളവ്. ഇനിയും മറ്റൊന്ന്, ഈ 3 പോയിൻ്റ് നിങ്ങൾ ശ്രദ്ധിച്ചോണേ. ബസ്റ്റ് അളവ് 10.5 നിൽക്കുന്നു. ഇനി നമ്മുടെ ഷേപ്പ് എന്ന് പറയുന്നത് ഞാൻ 15 എടുക്കുന്നത്, നിങ്ങൾക്ക് 14 14.5 എടുക്കാം. ഇനി നമ്മുടെ സ്ലിറ്റ് പോയിൻ്റ് എന്ന് പറയുന്നത് 20 ഞാൻ എന്നും എടുക്കുന്നത്. ഞാൻ ഈ പ്രാവശ്യം ഒന്നുകൂടെ കൂട്ടി 21 എടുക്കുക. അതെല്ലാം നിങ്ങളുടെ ഇഷ്ടം പോലെ നിങ്ങൾക്ക് എടുക്കാം. ഇതിനകത്ത് വരുന്ന വേരിയേഷൻസ് നിങ്ങളുടെ പ്രായം, അതുപോലെ തന്നെ നിങ്ങളുടെ സൈസ് ഒക്കെ ഡിപ്പെൻഡ് ചെയ്താണ് എടുക്കുന്നത്. ഒരു 32 അളവുള്ള ഒരു കൊച്ചിനെ എടുക്കുന്നതെങ്കിൽ ഈ ഷേപ്പ് നമ്മുടെ ബസ്റ്റ് പോയിൻ്റ് എത്ര മതി? 9 മതി. 32 ആണെങ്കിൽ 9 അല്ലേ 9.25 മതി. അവസാനം 36 38 ആണെങ്കിൽ 10 എടുക്കാം. 40 42 39 10.5 എടുക്കാം കേട്ടോ. അങ്ങനെയാണ് പോകുന്നത്. അതുപോലെ ഷേപ്പ് എന്ന് പറയുന്നത് ഞാൻ 15 എടുത്തെങ്കിൽ സാധാരണക്കാർക്ക്, അതായത് 36 38 ഉള്ളവർക്കൊക്കെ 14 മതി.
അതുപോലെ ഈ സ്ലിറ്റ് പോയിൻ്റ് 21, ആർക്കാണെങ്കിലും 21 ധാരാളം മതി. 21 കൂടുതൽ ഒരിക്കലും പോകരുത്. അത് നമുക്ക് അന്നേരം 21 കൂടുതൽ പോകുമ്പോൾ നമ്മൾ റെഡിമെയ്ഡ് എടുക്കുന്ന ചില ഈ ബ്രാൻഡഡ് ടോപ്പുകളില്ലേ, അത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ട്, നല്ല ലൂസായിട്ട് ഈ നമ്മുടെ സ്ലിറ്റ് ഇറങ്ങി കിടക്കും, അതുപോലെ ഇരിക്കും. അങ്ങനെ വേണമെങ്കിൽ ഇത് ചുരിദാർ പോലുള്ളതിന് അങ്ങനെ തയ്ക്കുന്ന വൃത്തികേട. അല്ലെങ്കിൽ ആ കുർത്തി മോഡലിൽ അങ്ങനത്തെ ഫാഷനബിളും തയ്ക്കുകയാണെങ്കിൽ 21 താഴേക്ക് എടുത്താൽ മതി. അപ്പോൾ ഞാൻ സ്ലിറ്റ് 21 എടുത്തു, ഇത് 15 എടുത്തു, ഇത് 10 എടുത്തു. എൻ്റെ ബ്രസ്റ്റ് പോയിൻ്റ് അല്ലെങ്കിൽ ബസ്റ്റ് അളവെന്ന് പറയുന്നത് ഞാൻ എപ്പോഴും നിങ്ങളോട് പറയാറുള്ളത് 41 41. എനിക്കിത് ഈ ഇച്ചിരി നല്ല ലൂസ് ഇട്ട് തയ്ക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് ഞാൻ +2 ആഡ് ചെയ്യുന്നു. ചിലരൊക്കെ ചോദിക്കുന്നുണ്ട് ചിലപ്പം +1 +2 എന്താ. അത് ഞാൻ പറഞ്ഞല്ലോ നിങ്ങളോട്, അത് നമ്മൾ തയ്ക്കാൻ ഒരു തുണി എടുത്ത് തയ്ക്കാൻ തുടങ്ങുമ്പോൾ നമുക്കറിയാം അതിൻ്റെ ആ തുണിയുടെ പ്രത്യേകത. അല്ല, ഈ ചുരിദാർ സ്വല്പം ലൂസായിട്ട് കിടന്നോട്ടെ, തന്നെ ഇത് ലൈനിങ്ങും കൂടെ നിങ്ങൾക്കറിയാമല്ലോ, ആ ക്ലോത്തിനകത്ത് ലൈനിങ്ങും കൂടെ വരും, ഇത് കഴുകുമ്പം ചുരുങ്ങും, അങ്ങനെയൊക്കെ സംഭവിക്കുന്നതുകൊണ്ട് ഞാൻ +2 എടുക്കുക. അതായത് 41 ആണെങ്കിൽ 41 2 43. 43ൻ്റെ 4/1 എന്ന് പറയുന്നത് 10.75. 40ൻ്റേത് 10, അപ്പം 43ൻ്റേത് 10.75 വരും. അപ്പം കൃത്യം 10.75. എവിടെയാണ് ഞാൻ മെഷർ ചെയ്യുന്നത് അറിയാവോ? അതുകൊണ്ട് നിങ്ങളെ കാണിക്കാം. ഞാൻ ഈ പോയിൻ്റ്, ബസ്റ്റ് പോയിൻ്റ് അടയാളപ്പെടുത്തിയ ഒരു ലൈൻ കൊടുക്കുന്നു. ഷേപ്പിൻ്റെ ഭാഗത്ത് അല്ലെ വേസ്റ്റിൻ്റെ അവിടെ ഒരു ലൈൻ കൊടുക്കുന്നു. സ്ലിറ്റിൻ്റെ അവിടെ ഓരോ ലൈൻ കൊടുക്കുന്നു. നോക്കുക, അപ്പം ഇവിടെ എനിക്ക് എത്ര 10.75 എന്നല്ലേ പറഞ്ഞത്. അപ്പം എൻ്റെ കറക്റ്റ് മെഷർമെൻറ്റാണ് എത്ര 10.75. ആ 10.75 ഞാനിവിടെ അടയാളപ്പെടുത്തുന്നു. നിങ്ങൾ കണ്ടല്ലോ, 10.75. 10.75 കൊടുത്തിട്ട് ഇനി ആരാണ്ട് ചോദിച്ചു +2 കൂട്ടുന്നുണ്ടല്ലോ, പിന്നെ എന്തിനാ പിന്നെയും 2 കൂട്ടുന്നെന്ന്. എത്ര +2 കൂട്ടിയാലും നമുക്ക് ഇതിലൂടെ തയ്ക്കാൻ പറ്റുമോ? നമുക്ക് തയ്യൽ തുമ്പ് വേണ്ടേ? നമ്മൾ എത്ര അളവ് കൂട്ടി തയ്ച്ചെന്ന് പറഞ്ഞാലും തയ്യൽ തുമ്പ് വേണ്ടേ? അതുകൊണ്ട് തയ്യൽ തുമ്പിന് വേണ്ടി സീം അലവൻസ് നമ്മളെത്ര 1.5 ഇടുന്നു കേട്ടോ. 2 ഇടുന്നില്ല, 1.5 ഇടുന്നു. ഇനി അതുപോലെ തന്നെ നമ്മുടെ വേസ്റ്റ് എന്ന് പറയുന്നത് എനിക്ക് 34. അതിൻ്റെ കൂടെ 2 കൂട്ടിയാൽ 36. 36/4 9. ആ കറക്റ്റ് 9 നമ്മളിവിടെ കൊടുക്കുന്നു, +1.5 സീം അലവൻസ്. ഇനി നമ്മുടെ ഹിപ്പെന്ന് പറയുന്നതും എനിക്ക് അത് തന്നെ 42. ഹിപ്പ് 42. 42ൻ്റെ കൂടെ 2 കൂട്ടിയേക്കാം, 44. 44 എന്ന് പറയുമ്പോൾ എത്ര വരും? 11 വരുന്നത്. അപ്പം നമ്മൾ 11 അളവ് കൊടുക്കുന്നു. പിന്നെ സീം അലവൻസ് എത്ര കൊടുക്കണം? എൻ്റെ വീഡിയോ കാണുന്നവരെന്ന് പറഞ്ഞേ, 1 ഇഞ്ച് കൊടുക്കാവൂ, അല്ലെങ്കിൽ നമുക്ക് സ്ലിറ്റ് വെട്ടി തയ്ക്കുമ്പം വൃത്തികേടായിട്ട് ഇരിക്കും. ഇനിയും ഏറ്റവും താഴത്തെ ഇറക്കം നമുക്ക് മാക്സിമം 13 ഉണ്ടെങ്കിൽ അത് കൊടുക്കാം. 12 മതി, തയ്ച്ച് കഴിഞ്ഞ് 12 കിട്ടിയാൽ മതി. നമ്മൾ എത്ര കൊടുക്കുന്നു? 13 കൊടുക്കുന്നു. അപ്പം നമുക്കിനിയും ഈ പോയിൻറ്റുകളെ തമ്മിൽ ചേർക്കാം. അതിന് മുമ്പ് നമുക്ക് കൈക്കുഴിയും കൂടെ വെട്ടിയേക്കാം. അപ്പോൾ ഇവിടെ നിങ്ങൾ നോക്കുകയാണെ, ഇവിടെ നമ്മൾ ചെയ്തു വരുമ്പം ഇവിടെ സാധാരണ ഇവിടെയാണ് ഞാൻ 10.75 കൊടുത്തിട്ട് നമ്മളിങ്ങനെ വരച്ച് വരുന്നത്. ഇവിടെ നമുക്ക് ചെറിയൊരു വ്യത്യാസം വരുത്തി ചെയ്യാം. ഇത് എന്തിനാണ് ഞാൻ ഇങ്ങനെ ചെയ്തതെന്ന് അന്നേരം നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരാം. എപ്പോഴും നിങ്ങളോട് ഞാൻ പറഞ്ഞു തരാറുള്ളതാണ്. നമുക്ക് ഇവിടെ ഒരു വ്യത്യാസം ഉണ്ടോ? അളവ് കുറവാണോ? 34 2 36, 9 4 36 ശരിയല്ലേ? ഇത് 10.75 അല്ല, നല്ല ഇത്തിരി ഇങ്ങനെ വന്നപ്പോൾ എനിക്കൊരു സംശയം. മതി. അപ്പോൾ നമ്മൾ ഇവിടെ നോക്കിക്കേ, നിങ്ങൾ ശ്രദ്ധിക്കുക, നമ്മുടെ കഷത്തിൻ്റെ ഭാഗം വരുമ്പോൾ നമ്മുടെ ചെസ്റ്റ് ഇച്ചിരി ഒതുങ്ങിയിട്ട് പിന്നല്ലേ ബ്രസ്റ്റ് നിൽക്കുന്നത്. അതും കഴിഞ്ഞ് പിന്നെയും താഴേക്കല്ലേ വരുന്നത്. അപ്പം നമ്മളിവിടെ ഇങ്ങനെയാണോ വരയ്ക്കണ്ടേ? അല്ല, അവിടെ നമ്മൾ വരയ്ക്കാൻ ഈ ഷേപ്പ് സ്കെയിലാണ് ഉപയോഗിക്കുന്നത്. ഈ സൈസ് ഷേപ്പ് സ്കെയിലിലാണ് നമ്മൾ ഇവിടം വരയ്ക്കുന്നത്. അതെല്ലാവരും ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കണേ. അതുപോലെ ഇവിടവും അങ്ങനെ തന്നെ നമുക്ക് ഈ ഷേപ്പ് സ്കെയിൽ ഉപയോഗിച്ച് അടയാളപ്പെടുത്താം. ഇതും ഈ പോയിൻറ്റും അടയാളപ്പെടുത്താം. ഈ പോയിൻറ്റും അടയാളപ്പെടുത്താം. ഇനിയും നമ്മൾ ചെയ്യുന്നത്, ഇതും കണ്ടില്ലേ, ഈ പോയിൻ്റ് നേരെ മുകളിലേക്ക് എങ്ങനെ വരും നമുക്ക് നോക്കാം. ഇത് നേരെ മുകളിലേക്ക് വരുന്ന പോയിൻ്റ് ഏതാണോ അതാണ് ഞാൻ ഇവിടെ ചെസ്റ്റ് ലൈനായിട്ട് എടുത്തിരിക്കുന്നത്. അപ്പം നിങ്ങൾക്ക് മനസ്സിലായല്ലോ, ഇവിടെയാണ് ശരിക്കും ഏത് വരുന്നത്? ബസ്റ്റ് പോയിൻ്റ് ഇവിടെയാണ് വരുന്നത്. ഇത് നമ്മുടെ ചെസ്റ്റാണ് ശരിക്കും കഷത്തിൻ്റെ അവിടെ എടുത്തേക്കുന്നത്. ഇനി നമുക്ക് ഇവിടെ നിന്നും ഇപ്പം മുമ്പ് ചെയ്ത പോലെ തന്നെ ഇവിടെയും നമുക്ക് 1.5 ഇഞ്ച് സീം അലവൻസ് കൊടുക്കാം. 1.5 ഇഞ്ച് കൊടുത്തു. ഇനി നമുക്ക് ഇതും ഈ പോയിൻറ്റും കൂട്ടിച്ചേർത്തിട്ട് നമുക്കിനിയും കൈക്കുഴി വരയ്ക്കാം. ഈ കൈക്കുഴി വരയ്ക്കാൻ വേണ്ടി മിഡ് പോയിൻ്റ് എടുക്കണമെന്നൊന്നും ഇനി നിർബന്ധമൊന്നുമില്ല. ഈ പോയിൻറ്റും
ഇതിൻ്റെ ഇതും തമ്മിൽ കൂട്ടിമുട്ടുന്ന ഒരു നമുക്ക് കാണുമ്പോൾ അറിയാം അല്ലേ. ഇപ്പോൾ ഒത്തിരി നാളായില്ലേ നിങ്ങളും ചെയ്യാൻ തുടങ്ങിയിട്ട്. ഇത് കണ്ടല്ലോ, നമുക്ക് പോയിൻറ്റും നമ്മൾ വരച്ചു. നമുക്ക് വേണമെങ്കിൽ ഈ ആം ഹോൾ എത്ര ഉണ്ടെന്ന് നമുക്ക് നോക്കാം. ഇത്രയും വെട്ടിപ്പോവും, സ്ലോപ്പ് വെട്ടിപ്പോവും. പിന്നെ ബാക്കിയുള്ളത് നമുക്ക് നോക്കാം. 9 ഉണ്ട്. 9ന് ഒരു പോയിൻ്റ് കുറവാണ്. എനിക്കിത് കറക്റ്റാണ്. ഞാൻ എപ്പോഴും പറയാറില്ലേ, എനിക്ക് 8.5 വേണ്ടത്, ഇത് 9 ഉണ്ട്. അപ്പോൾ ഇത് മതി. ഇന്നിവിടെ പ്രത്യേകിച്ച് മാറ്റങ്ങളൊന്നും വരുത്തുന്നില്ല. അപ്പോൾ ബാക്ക് പാർട്ട് വെട്ടാൻ പോവാണേ. അടയാളപ്പെടുത്തി നിങ്ങൾ കണ്ടോയെന്ന് എനിക്കറിയത്തില്ല. നമുക്കിനിയും ഈ നമ്മുടെ സ്ലിറ്റ് പോയിൻറ്റും ഈ താഴേക്കുള്ള പോയിൻറ്റും തമ്മിൽ ഒന്ന് ചേർത്ത് വരയ്ക്കാം. ഇതിൻ്റെ ആവശ്യമില്ല അല്ലേ, ഇത് വേണോ? ഇനി നമുക്കിത് കട്ട് ചെയ്തെടുക്കാം. അപ്പം ഞാൻ ഇവിടെ ഒരു വി ഷേപ്പ് വരയ്ക്കേണ്ടതുണ്ട്. നിങ്ങൾ ഓർക്കുന്നുണ്ടല്ലോ, നമ്മൾ തയ്ക്കുമ്പോഴും നമുക്കിവിടെ ഒരു വി ഷേപ്പ് ഉണ്ട്. കാരണം ഈ 4.5 ഇഞ്ചിൽ ഒരിക്കലും നമുക്ക് ചുരിദാറിനെ ഈ 4.5 ഇഞ്ച് കഴുത്തിലും ബാക്കിൽ 1/2 ഇഞ്ച് കഴുത്തുള്ള ഇതിൽ ഒരിക്കലും നമുക്ക് ചുരിദാർ ഇടാൻ പറ്റത്തില്ല. വലിയ ബുദ്ധിമുട്ടായിരിക്കും. അത് കാരണം ഞാൻ ഇവിടെ നമുക്കൊരു വി ഷേപ്പ് വേണം. അതായത് 4.5യുടെ കൂട്ടത്തിലൊരു 3 ഇഞ്ചൂടെ കൂട്ടി 7.5 ഇഞ്ചിൽ ഞാനിവിടെ ഇങ്ങനെ ഒരു വി ഷേപ്പ്, അത് ഞാൻ പിന്നീടേ തയ്ക്കുന്നുള്ളൂ. ഇപ്പം വെട്ടിവിടുക കേട്ടോ. വേണമെങ്കിൽ നിങ്ങൾക്ക് സംശയം ഉണ്ടാകാതിരിക്കാൻ വേണ്ടി വി ഷേപ്പിൽ ഒരു 1/2 ഇഞ്ചിൽ ഞാനിങ്ങനെ ഇങ്ങോട്ടൊരു 3 ഇഞ്ച് ജസ്റ്റ് ഒന്ന് വരച്ച് കാണിച്ചേക്കാം. അത് പക്ഷേ ഇപ്പം വെട്ടരുതേ. നമുക്കിങ്ങനെ ആ വരച്ച അളവിലൂടെ തന്നെ നമ്മൾ വെട്ടി എടുക്കുന്നു. അതുപോലെ തന്നെ ഞാനിത് തിരിച്ച് ഇതുപോലെ രണ്ടായിട്ട് മടക്കി, നമുക്ക് കടയിൽ നിന്ന് വാങ്ങുമ്പോൾ തന്നെ ഇതിങ്ങനെ കിട്ടുന്നത് കേട്ടോ. നമ്മൾ പിന്നെ ഒന്നും ചെയ്യണ്ട. കണ്ടോ, ഇങ്ങനെ മടങ്ങിയല്ലേ കിട്ടുന്നത്. അപ്പം നമുക്ക് എളുപ്പമുണ്ട്. അപ്പം നമ്മൾ ചെയ്യുന്നത് നിങ്ങൾ നോക്കുക. ഇതിലേക്ക് നമ്മുടെ ഫ്രണ്ട് പാർട്ട് വെക്കാം. ഫ്രണ്ട് പാർട്ട് അതേ ഇറക്കത്തിലൊക്കെ വെക്കുന്നു. ഇത് കണ്ടോ. പക്ഷേ ഇവിടെ ഒരു ചെറിയ പ്രശ്നമുണ്ട്. എനിക്കൊരു 3/4 ഇഞ്ച് ലെങ്ത് കൂടുതൽ വേണം. ഏതിനാ? ബാക്ക് പാർട്ടിന്. അതുകൊണ്ട് ആ 3/4 ഇഞ്ച് ഇവിടെ ഇല്ലല്ലോ. അതുകൊണ്ട് ഞാനൊരു സ്വല്പം കൂടെ ഫ്രണ്ട് പീസ് ഇറക്കി വെക്കുക. 3/4 ഇഞ്ച്, കറക്റ്റ് 3/4 ഇഞ്ച് എനിക്ക് കിട്ടിയാൽ മതി. നമുക്ക് നോക്കാം. ഈ കഴുത്തേന്ന് ഇതിപ്പോൾ ഫുൾ കറക്റ്റ് 1 ഇഞ്ചുണ്ട്. 1 ഇഞ്ച് വേണ്ട, 3/4 ഇഞ്ച് കിട്ടിയാൽ മതി. കണ്ടല്ലോ. ഇപ്പം നിങ്ങൾക്ക് കാണാമോ? ഇത് കണ്ടോ ഇപ്പം നിൽക്കുന്നത്? ഇത് കറക്റ്റ് 3/4 ഇഞ്ച് ഹൈറ്റിലാണ് നിൽക്കുന്നത്. അപ്പോൾ ആ 3/4 ഇഞ്ച് ഹൈറ്റ് ഞാൻ ആദ്യം വൃത്തിയായിട്ടൊന്ന് വരയ്ക്കാം. അപ്പം നമുക്ക് ഇതാണ് 3/4 ഇഞ്ച് ഹൈറ്റ്. ഇനി നമ്മൾ ചെയ്യേണ്ടത്, നിങ്ങൾ കണ്ടല്ലോ, നമ്മളിതിന് ഒരു മാറ്റവും വരുത്തുന്നില്ല. ഇത് പഴയ പോലെ തന്നെ ചേർത്ത് വെക്കുന്നു. എല്ലാം പഴയ പോലെ തന്നെ. മെഷർമെൻറ്റുകളെല്ലാം കറക്റ്റായിട്ട് കൊടുത്തു. സ്ലിറ്റിൻ്റെ പൊസിഷൻ കാണിച്ചു കൊടുത്തു. ഷേപ്പ് കൊടുത്തു. നമ്മുടെ ഷാർപ്പ് മാർക്ക് ചെയ്തത് കൊടുത്തു. ഇനി നമ്മൾ നമ്മുടെ നെക്കിൻ്റെ കറക്റ്റ് ഷോൾഡർ, ഇത് കണ്ടല്ലോ, ഷോൾഡറല്ല, ഈ ഫ്രണ്ട് നെക്ക് എടുത്തേക്കുന്നതിൻ്റെ കറക്റ്റ് ഇവിടെ അടയാളപ്പെടുത്തി കൊടുത്തു. നിങ്ങൾ നോക്കിക്കണം. ഇവിടെ നിന്നാണ് നമ്മളിനിയും ബാക്ക് കഴുത്തിൻ്റെ കുഴി കൊടുക്കാൻ പോകുന്നത്. ബാക്ക് കഴുത്തിന് സ്വല്പം കുഴി കൊടുത്തില്ലേ എന്നാ പറ്റുമെന്നറിയാവോ? ബാക്ക് കഴുത്ത് ഇങ്ങനെ നല്ല നേരെ നിന്നിട്ട് നമുക്ക് വളരെ ടൈറ്റായിരിക്കും, പിടിച്ചു നിൽക്കും, കാണാൻ ഭംഗിയാണ്. ചുരിദാർ കാണാൻ നല്ല രസമായിരിക്കും പുറമേ കാണാൻ, പക്ഷേ ഇടുന്ന ആൾക്ക് പുറകുവശം പിടിക്കും. അതുകൊണ്ടാണ് നമ്മളൊരു 1/2 ഇഞ്ച്, അത് 1 ഇഞ്ച് വെട്ടുന്നവരുണ്ട്, 1/2 ഇഞ്ച് വെട്ടുന്നവരുണ്ട്, 3/4 ഇഞ്ച് വെട്ടുന്നവരുണ്ട്. ഞാനിപ്പോൾ ഒരു 3/4 ഇഞ്ച് വെട്ടുക കേട്ടോ. ഇത് കറക്റ്റ് 3/4 ഇഞ്ച് നോക്കി നമ്മൾ താഴേക്ക് ഒരു മാർക്ക് കൊടുക്കുന്നു. 3/4 ഇഞ്ച് എല്ലായിടത്തും 3/4 ഇഞ്ചിൽ നമ്മൾ വരച്ചിട്ട് നിങ്ങൾ നോക്കുക. ഇത് നമുക്ക് 3/4 ഇഞ്ച് വരച്ച് സ്ക്വയർ പോലെ ആക്കാൻ പറ്റത്തില്ലല്ലോ, ഇതിനോട് ചേർന്ന് നിൽക്കേണ്ടതല്ലേ. അതുകൊണ്ട് ഇവിടെ നിന്ന് ഇങ്ങനെ നമ്മളൊരു കുഴി പോലെ വരച്ച് കൊടുക്കുന്നു.
കണ്ടല്ലോ, ഈ കഴുത്ത് പോലെ തന്നെ ഇവിടെ നിന്ന് ഇങ്ങനെ ഒരു സ്വല്പം കുഴിച്ചിട്ട് ആ 1/4 ഇഞ്ചിലൂടെ നമ്മളൊരു വര വരച്ചു. ഇനി നമ്മൾ ചെയ്യേണ്ടത്, നിങ്ങൾ നോക്കിക്കേ, ഇത് നമ്മൾ ആ ഒരു 1/4 ഇഞ്ച് സ്ലോപ്പ് കൊടുത്ത് വെച്ചേക്കല്ലേ. ഇനിയും നമ്മൾ ഇവിടെ ഈ 1/4 ഇഞ്ച് ഫുൾ എടുക്കേണ്ട ആവശ്യം നമുക്കില്ല. നമുക്ക് ഈ പോയിന്റിൽ നിന്നും, അതായത് ഫ്രണ്ട് പീസിൻ്റെ പോയിന്റിൽ നിന്നും ബാക്ക് പീസിൻ്റെ 1/4 ഇഞ്ച് കയറി നിൽക്കുന്ന ഭാഗത്തേക്ക് ഇങ്ങനെ ഒരു സ്ലോപ്പ് കൊടുത്ത് നമുക്കിതിനെ കൂട്ടിച്ചേർക്കാം. ഇത് കണ്ടോ? അപ്പം ബാക്ക് പീസിൽ എന്നതാ വ്യത്യാസം വന്നേക്കുന്നത്? ഈ ഒരു ഇത്രയും ചെറിയ വേരിയേഷനേ വരുന്നുള്ളൂ. പിന്നെ നമ്മൾ ഈ 1/4 ഇഞ്ച് വെട്ടിക്കളയുകയും ചെയ്യും. ഇനിയും ഇതെന്തിനാണെന്ന് ഞാൻ ഇട്ടേക്കുന്ന ചുരിദാർ കാണിച്ച് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരാം. അപ്പം അങ്ങനെ പറഞ്ഞു തരുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലാകും. അപ്പം ഞാനിത് കട്ട് ചെയ്യട്ടെ. ഇങ്ങനെ നമ്മൾ ഉണ്ടോ, ഷോൾഡറെല്ലാം വളരെ കറക്റ്റായിട്ട് തന്നെയാണ് പോകുന്നത്. ഇനിയും നമുക്ക് മുമ്പ് പറഞ്ഞ പോലെ മറന്നു പോകാതിരിക്കാൻ വേണ്ടി ഈ സ്ലിറ്റിൻ്റെ അവിടെ കറക്റ്റ് ഒരു നോച്ചിട്ട് കൊടുക്കുന്നു. ഈ നമ്മുടെ അളവ് അറിയാൻ വേണ്ടി ഒരു ചെറിയ നോച്ചിട്ട് കൊടുക്കുന്നു, ഒക്കെ ചെയ്യുന്നു. അപ്പം നമുക്ക് ബാക്ക് പാർട്ടിൽ ഒന്നും ചെയ്യാനില്ല. അപ്പോൾ ബാക്ക് പാർട്ട് ഞാൻ മടക്കി മാറ്റി വെക്കുന്നതിന് മുമ്പ് ഒരു കാര്യം കൂടെ പറയട്ടെ. ഈ ഷേപ്പ് വേണമെങ്കിൽ നമുക്കൊന്ന് അടയാളപ്പെടുത്തി വെച്ചേക്കാം. അങ്ങനെ ചെയ്യുകയാണെങ്കിൽ ഈ 1 ഇഞ്ചൊക്കെ മാറ്റി നമ്മൾ വരച്ച് വെക്കുകയാണെങ്കിൽ നമുക്ക് എളുപ്പമുണ്ട് തയ്ക്കുമ്പോൾ. അല്ലേ ഒരു വശത്ത് മാത്രമേ ഇതുള്ളൂ, ബാക്കി കാണത്തില്ലാതെ വരും. അതുപോലെ തന്നെ ഈ മറുവശത്തൂടെ ഞാനതൊന്ന് അടയാളപ്പെടുത്തിക്കോട്ടെ. ഇതുപോലെ ഫ്രണ്ട് പാർട്ടിൻ്റെ നമ്മൾ തയ്ക്കുമ്പോൾ ഇങ്ങനെ അങ്ങ് വെച്ച് പോകും. പിന്നെ ഞാനൊക്കെ ഊഹം വെച്ച് ഇത് കറക്റ്റായിട്ട് തയ്ച്ചെടുക്കും കേട്ടോ. ആദ്യം തയ്ക്കുന്നവർക്കത് ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ അടയാളപ്പെടുത്തിയത്. ഈ സ്ലിറ്റ് വെട്ടാൻ മറക്കല്ലേ. അപ്പം ഞാൻ ഈ ഒരു അടയാളം ഇവിടെ കൊടുക്കട്ടെ. ഇവിടെ എനിക്ക് കാണാവേ, നിങ്ങൾക്ക് കാണത്തില്ല, എനിക്ക് കാണാം. ഓക്കെ. ഇനി നമുക്ക് ഇതിൻ്റെ കൈക്കുഴിയും കൂടെ നമുക്കൊന്ന് ഇച്ചിരി കൂടുതൽ വെട്ടണം. കൈക്കുഴി വെട്ടാൻ 2, 3, 4 എളുപ്പമാർഗ്ഗമുണ്ട്. നമുക്കിവിടെ വരച്ചേക്കുന്നിടത്ത് നിന്ന് ഇവിടുന്ന് ഒരു 1/2 ഇഞ്ച്, ഒരു 1/4 ഇഞ്ചോളം മാറ്റി നമ്മളൊരു പോയിൻ്റ് കണ്ടെത്തുന്നു. ആ പോയിൻറ്റിലൂടെ ഒരു ചെറിയ വര നമ്മൾ മുകളിൽ നിന്ന് ഇത് ഇങ്ങനെ ചേർത്ത് വരയ്ക്കുന്നു. എന്നിട്ട് നമ്മുടെ ഈ ഫ്രഞ്ച് കർവ് ഇങ്ങനെ ഇങ്ങോട്ട് കയറ്റി വെച്ചിട്ട് നമ്മൾ ഷേപ്പ് ചെയ്യുന്നു. അത് ശ്രദ്ധിച്ച് വേണം ചെയ്യാനേ. ഇത് കണ്ടോ, ഫ്രഞ്ച് കർവ് നമുക്ക് എങ്ങനെ വേണേലും വെക്കാം, പക്ഷേ വെട്ടുമ്പോൾ ശ്രദ്ധിക്കണം. കണ്ടോ, കാണാമല്ലോ നിങ്ങൾക്ക്. നമുക്ക് ഇത്രയും ശരിക്കും എടുത്ത് കളയാം. ഇനി നമുക്ക് ഈ പീസ് വെച്ച് നമ്മുടെ നല്ല തുണി, നമ്മുടെ നല്ല മെറ്റീരിയലിലേക്ക് നമുക്ക് ആ പീസ് വെച്ച് വെട്ടാം. ഇത് 2.5 മീറ്റർ തുണിയുണ്ട് കേട്ടോ. 2.5 മീറ്റർ തുണിയുണ്ട്, ഒരുവിധം വീതിയുണ്ട്. നമുക്കിനി നേരെ നമ്മൾ മുമ്പത്തെ പോലെ തന്നെ ഇത് വെച്ച് വെട്ടുന്നു. ഇത് ഫ്രണ്ട് പീസാണ്. ഫ്രണ്ട് പീസ് നമ്മളെപ്പോഴും നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം, ലൈനിങ് മെറ്റീരിയൽ ഒറിജിനൽ മെറ്റീരിയലിനേക്കാൾ 1 ഇഞ്ച് മുതൽ 3 ഇഞ്ച് വരെ കുറഞ്ഞു നിൽക്കാം കേട്ടോ. നല്ല കോട്ടണൊക്കെ ആണെങ്കിൽ 3 കൂടുതൽ ഒരു 3, 4 കുറഞ്ഞാലും കുഴപ്പമില്ല. പക്ഷേ ട്രാൻസ്പെറൻ്റ് ആണെങ്കിൽ, കാണാൻ പറ്റുന്നതാണെങ്കിൽ 1 ഇഞ്ച് വരെ കുറഞ്ഞാൽ മതി. അതൊക്കെ നിങ്ങൾക്കറിയാമല്ലോ. അപ്പോൾ ഇത് വെച്ച് ഞാൻ മാക്സിമം തുണി വെട്ടുന്നു. പക്ഷേ മാക്സിമം തുണി വെട്ടിയാൽ എനിക്കൊരു കുഴപ്പമുണ്ട്. എന്നാ കുഴപ്പം? ബാക്ക് പീസിന് ഒരു സ്വല്പം കൂടെ ഹൈറ്റ് ഉള്ളതല്ലേ അല്ലേ. അപ്പം നമുക്ക് ബാക്ക് പീസ് ആദ്യം വെട്ടിയെടുക്കാം, അത് കഴിഞ്ഞിട്ട് ഫ്രണ്ട് പീസ് വെട്ടിയെടുക്കാം. ബാക്ക് പീസ് വെട്ടിക്കഴിഞ്ഞാൽ പിന്നെ ഫ്രണ്ട് പീസ് വെട്ടാൻ പ്രശ്നമില്ല. 2ആയിട്ട് വെട്ടേണ്ട കാര്യമില്ല നമുക്ക് കേട്ടോ. അതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇത് കണ്ടോ, ഇതെല്ലാം കറക്റ്റാണ്. നിങ്ങൾക്ക് മനസ്സിലായോ?
2 പീസാണ് അല്ലേ, ഇതിൽ ഒരു പീസ് നമുക്കങ്ങ് മാറ്റാം. ഇതിപ്പോൾ ബാക്ക് പീസിൻ്റെ വലിപ്പത്തിലാണ് വെട്ടിയേക്കുന്നത്, അത് ഞാനങ്ങ് മാറ്റുന്നു. ഇനി നമുക്ക് വീണ്ടും പഴയ പോലെ തന്നെ ഇതിനെ ഒന്ന് ചേർത്ത് വെച്ചിട്ട് നമുക്ക് ചെറിയ ഓൾട്രേഷൻ വരുത്താനുണ്ട്. 2 പീസിന് ചെറിയ വ്യത്യാസമുണ്ടെന്ന് നിങ്ങൾക്കറിയാമല്ലോ. അത് നമുക്കിങ്ങോട്ട് വെക്കാം. നമ്മുടെ ഫ്രണ്ട് പീസ് ഇതാണ്. ഫ്രണ്ട് പീസ് വെക്കുന്നു. നിങ്ങൾക്കറിയാം രണ്ടിൻ്റെയും ഷോൾഡറല്ല, നമ്മുടെ കഴുത്തകലം ഒരുപോലെയായിരുന്നു. അതുകൊണ്ട് കറക്റ്റായിട്ട് നമ്മൾ വെക്കുന്നു. ഒരുപോലെ വെച്ചിട്ട് നമുക്ക് മറ്റേതുപോലെ തന്നെ ഇതിനെ വെക്കാം. ഇത് കണ്ടോ, ശരിക്കും വ്യത്യാസമുണ്ടല്ലേ. നമുക്കപ്പോൾ എന്ത് ചെയ്യണമെന്ന് അറിയാമോ? സ്വല്പം കൂടി ഇതുണ്ടോ ഇവിടെ കയറി നിൽക്കുന്നുണ്ടോ, അപ്പോൾ സ്വല്പം കൂടെ ഇത് ഇറക്കി വെക്കാം. ഈ കൈക്കുഴി ഇവിടെ ഒരുപോലെ വരത്തക്ക രീതിയിൽ നമുക്കിതിനെ വെക്കാം. വെച്ചിട്ട് നമുക്ക് വെട്ടാം. അപ്പോൾ ഇത്രയും വ്യത്യാസം വരും. വ്യത്യാസം കണ്ടില്ലേ? നമുക്ക് അങ്ങനെ കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഇങ്ങനെ മെനക്കെടണമെന്നില്ല. ഞാൻ ആദ്യം ലൈനിങ് വെട്ടിയില്ലേ, ലൈനിങ് വെട്ടിയ പോലെ തുണി ഇടുകയാണെങ്കിൽ നമുക്ക് ഇത്രയും പോലും ബുദ്ധിമുട്ടണ്ട. നമുക്ക് 2 പീസും വേറെ തിരിച്ച് തന്നെ നല്ല പോലെ വെട്ടിയെടുക്കാം. ഇപ്പോൾ ഫ്രണ്ട് പാർട്ട് ഇതോടെ വെട്ടിക്കളട്ടെ. രണ്ട് മടക്കിലാണ് കിടക്കുന്നത്. 2 മടക്കിൽ കിടക്കുന്നതിനെ ഒന്നുകൂടെ മടക്കുന്നു. അപ്പോൾ എത്ര ആവും? 2 പീസ് തുണി ഇവിടെ കിട്ടുകയല്ലേ. ഒരു ഉദ്ദേശം 10 ഇഞ്ച് അളവിൽ ഞാൻ എടുക്കുകയാണേ. 10-10.5 എങ്കിലും വേണം. 9.5 ഉള്ളൂ. ഒരു 10.5 ഇഞ്ചിൽ ഞാൻ എടുത്തു. അപ്പോൾ ഇത് തേര വിടം എല്ലാം കൂടെ 14 ഇഞ്ച് മതി. ഇങ്ങനെ എടുക്കുന്നു. എല്ലാം കൂടെ 14 ഇഞ്ച് എടുക്കുന്നു. എല്ലാം 14 ഇഞ്ച് അടയാളപ്പെടുത്തുന്നു. നമുക്കതിനെ ഒരു സ്ട്രെയിറ്റ് ലൈനായിട്ട് വരയ്ക്കാം. സ്ട്രെയിറ്റ് ലൈൻ വരച്ചു. ഇനി നമ്മുടെ സ്ലീവിൻ്റെ ഷേപ്പ് ഒരു 3.25 എടുക്കാം. 3.5 അല്ലെങ്കിൽ 3.25 വരെ എനിക്കെടുക്കാം. നിങ്ങൾ 32-34കാരൊക്കെ 3.25 മതി. 34, 35, 36, 37, 38 3.5 എടുക്കാം. 40-നും 3.5 മതി. ഞാൻ 41 ഉണ്ട്, അതുകൊണ്ട് ഞാൻ 3.25 എടുത്തു കേട്ടോ. 3.5 കഴിഞ്ഞ് ഒരു പോയിൻറ്റ് കൂടുതലേ ഉള്ളൂ. 3.25 എന്ന് പറയാനില്ല. ഇനി നമ്മൾ സ്ലീവ് വെട്ടാം. ഇപ്പോൾ ഒരുപാട് പ്രാവശ്യം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നു സ്ലീവ് വെട്ടാനുള്ള ഐഡിയ. ഈ ഷേപ്പ് ലൈനിൽ നമ്മളിങ്ങനെ ഒരു വര വരയ്ക്കുന്നു. കണ്ടല്ലോ, ഷേപ്പിൽ നമ്മളൊരു വര വരച്ച് കഴിഞ്ഞ് നമ്മൾ ചെയ്യേണ്ടത്, നിങ്ങൾ ഓർക്കുന്നുണ്ടോ? ഞാൻ ഷോൾഡറിൻ്റെ എൻ്റെ ബാക്ക് ആം ഹോൾ അളന്ന് നോക്കിയത് 9 ഇഞ്ച് ഉണ്ടെന്ന് പറഞ്ഞില്ലേ. ആ 9 ഇഞ്ച് ഈ പോയിൻറ്റിൽ നിന്നുകൊണ്ട് 9 ഇഞ്ച് എവിടെ വരുന്നു എന്ന് നോക്കുക. കണ്ടല്ലോ, ഈ പോയിൻറ്റിൽ നിന്നുകൊണ്ട് 9 ഇഞ്ച് വന്ന പോയിൻറ്റിനെ ഞാനൊന്ന് അടയാളം കൊടുത്തു. അവിടെ നമുക്കൊരു 1.5 ഇഞ്ച് സീം അലവൻസും. അപ്പം പിന്നെ ഒരു കാലേ കൂടുതലുള്ളൂ, അതവിടെ കിടന്നോട്ടെ അല്ലേ. ഇപ്പം നമുക്കിനി എന്ത് ചെയ്യണം? കൈയുടെ അടിവണ്ണം എന്ന് പറയുന്ന 5.5 ഇഞ്ചാണ്. 5.5 ഇഞ്ച് അടയാളപ്പെടുത്തി. അവിടുന്ന് സീം അലവൻസ് 1.5 ഇഞ്ച്. ഇനി നമുക്ക് ഷേപ്പ് സ്കെയിൽ വെച്ച് ഇവിടെ കൂട്ടി യോജിപ്പിക്കാം. ഷേപ്പ് സ്കെയിൽ എന്തിനാണെന്ന് നിങ്ങൾക്ക് അറിയാമല്ലോ. കൈ നേരെയല്ല പോകുന്നത്, വണ്ണം ഇങ്ങനെ കുറഞ്ഞല്ലേ വരുന്നത്. അതുകൊണ്ട് നമുക്ക് ഷേപ്പ് സ്കെയിൽ വെച്ച് തന്നെ വരച്ചാൽ എളുപ്പത്തിൽ തയ്ച്ചെടുക്കാം. അതുപോലെ ഇതും കൂടെ വരച്ചെടുക്കുന്നു. ഇനി ഷേപ്പ് ചെയ്യുന്നത് എല്ലാം ഉണ്ടോ എന്ന് നോക്കട്ടില്ലേ. വലിയ വെട്ടമൊക്കെ വെട്ടിയിട്ട് അവസാനം ഇല്ലാതെ വന്നാൽ എല്ലാം ഉണ്ട്. ഇത് നിങ്ങളിനി അങ്ങ് ചില കാര്യങ്ങൾ നമ്മൾ ബൈഹേർട്ട് ചെയ്യത്തില്ലേ, അതുപോലെ ബൈഹേർട്ട് ചെയ്തു. അല്ലാതെ ഇതിനിവിടെ ഇങ്ങനെ കർവൊക്കെ വരച്ച് കാണിക്കുന്നതിനേക്കാൾ ഏറ്റവും നല്ല മാർഗം ഒരു 2 ഇഞ്ച് വരെ നിങ്ങൾ തൊടണ്ട. ഈ ലൈനിൽ തന്നെ ഇങ്ങനെ നിൽക്കുന്നു. 2 ഇഞ്ച് വരെ
2 ഇഞ്ചിന് ശേഷം 2 ഇഞ്ച് കഴിഞ്ഞ് നമ്മൾ എന്ത് ചെയ്യുന്നറിയാവോ, ഇങ്ങനെ പതുക്കെ താഴേക്ക് വന്ന് നമ്മൾ ഈ പോയിൻറ്റിലേക്ക് കൂട്ടുമുട്ടിക്കുന്നു. ഇത് കണ്ടോ, ഈ ഒരു ഷേപ്പ് അങ്ങ് മനസ്സിൽ ഉറപ്പിച്ചാൽ സാരി ബ്ലൗസ് വെട്ടാനും ചുരിദാറിൻ്റെ സ്ലീവ് വെട്ടാനും ഒന്നും ഒരു പാടുമില്ല. കണ്ടോ കുട്ടപ്പനായിട്ടുണ്ട്. കുട്ടപ്പൻ കുഞ്ഞിനെ കാളകുത്തി. നമുക്കിതങ്ങ് കട്ട് ചെയ്തെടുക്കാം. നമുക്ക് അടയാളം കൂടെ ഒന്ന് കട്ട് ചെയ്ത് കൊടുത്തേക്കാം. ഇത്രേ ഉള്ളൂ. കണ്ടോ നമ്മുടെ സ്ലീവ് കുട്ടപ്പനായത് കണ്ടോ. അപ്പം നമ്മുടെ സ്ലീവും കട്ട് ചെയ്ത് കഴിഞ്ഞു. അപ്പം നമുക്കിനിയും ഷോൾഡറൊക്കെ പിടിപ്പിച്ച് കഴിഞ്ഞിട്ടേ ഞാൻ കോളർ വെട്ടുന്നത് കാണിക്കുന്നുള്ളൂ. അപ്പോൾ ഇത്രയും കൊണ്ട് നിങ്ങളിന്ന് തൃപ്തിപ്പെടുക. നിങ്ങളൊരു കാര്യം ചെയ്യണം, നിങ്ങൾ കണ്ടാൽ പോരാ എന്നും ഞാൻ നിങ്ങളോട് പറയും, എന്നും പറയുന്ന കാര്യമാണ്. നിങ്ങൾ കണ്ടാൽ പോരാ, നിങ്ങളൊരു തുണി എടുത്ത് തയ്ക്കണം. നല്ല തുണി വേണ്ട, വില കുറഞ്ഞ തുണി മതി. അതുകൊണ്ട് നിങ്ങളൊരെണ്ണം തയ്ച്ച് നിങ്ങൾക്ക് ഒക്കുന്നു എന്ന് കാണുമ്പോൾ നിങ്ങൾ നല്ല തുണികളെടുത്ത് നല്ല മിടുക്കരായിട്ട് നല്ല എക്സ്പേർട്ടായിട്ട് തയ്ച്ചു തരും.